നമ്മളിന്ന് കാണാൻ പോകുന്നത് ആപ്പിൾ വാച്ചിൻ്റെ തന്നെ 44mm കേസ് ആയിട്ടുള്ള ആപ്പിൾ വാച്ചാണ് കാണാൻ പോകുന്നത്. ആപ്പിൾ വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ 2 ടൈപ്പ് വാച്ചുകളിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പിൾ വാച്ച് 3ഉം ആപ്പിൾ വാച്ച് 4ഉം. ആപ്പിൾ വാച്ച് 3 സ്മോൾ സൈസാണ്. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ അധികം ഫിറ്റല്ല. നമ്മുടെ ഫോൺ പോലെ, പഴയ ഫോൺ പോലെയാണ്, ആൻഡ്രോയിഡ് ഫോൺ പോലെയാണ്, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ പോലെയാണ്, ഫുൾ സ്ക്രീനല്ല. ആപ്പിൾ 4ൻ്റെ വാച്ചിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീനാണ്. അതിൽ തന്നെ 42mm 44mm ഉണ്ട്. അതിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്, അലുമിനിയം സ്റ്റീലുമുണ്ട്. അതിൽ തന്നെ വേറെ ടൈപ്പും കൂടി ഉണ്ട്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ വെർച്വൽ സിം ഇടാൻ പറ്റുന്നതും വെർച്വൽ സിം ഇടാൻ പറ്റാത്തതുമുണ്ട്. ഈ വെർച്വൽ സിം നമുക്ക് ആകെ കൂടി സപ്പോർട്ട് ചെയ്യുന്നത് ജിയോയിലും എയർടെല്ലിലും മാത്രമാണ് വെർച്വൽ സിം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആപ്പിൾ വാച്ചിൻ്റെ 44mm അലുമിനിയം കേസായിട്ടുള്ള വാച്ചാണ്. അതുപോലെ തന്നെ വാച്ച് OS 4 ആണ് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത സെപ്റ്റംബറോടുകൂടി വാച്ച് OS 5 ഇറങ്ങുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആപ്പിൾ വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. ആപ്പിൾ വാച്ചിൽ 2 പീസസാണ് വരുന്നത്. നമ്മളത് വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഒന്ന് ബോക്സും ആപ്പിൾ വാച്ചും, അതേപോലെ തന്നെ അതിലെ ബാൻഡുമാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. അത് പ്രത്യേകതരം ഒരു ടൈപ്പിങ്ങിലാണ് അവർ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആപ്പിൾ വാച്ചിൻ്റെ അത് അൺലോക്ക് ചെയ്യാണ്. ഇതാ നമ്മളതിൽ നിന്ന് ബോക്സ് എടുക്കുകയാണ്. ഇവിടുന്ന് ബോക്സ് എടുത്ത് തുറന്ന് അതിൽ കാണുന്ന ഒരു ബ്ലാക്ക് സാധനം കാണുന്നത് കേസാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചാർജിങ് ഡോക്ക്, ചാർജർ, ആപ്പിൾ വാച്ചിൻ്റെ ബാൻഡ്. ഈ ഒരു ബാൻഡ് തന്നെ പലതരത്തിൽ കിട്ടും. ഇത് നോർമലായിട്ട് നമ്മൾ കിട്ടുന്ന റെഗുലർ ബാൻഡാണ്. നമുക്ക് കുറേ നൈക്കി എഡിഷൻ അതുപോലെ കുറേ ബാൻഡുകൾ കിട്ടും. ഇതിൽ തന്നെ 2 ടൈപ്പ് ബാൻഡുകളുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലിയ സ്ട്രാപ്പും. ഇതിപ്പോൾ നമ്മൾ ആപ്പിൾ വാച്ച് എടുക്കുകയാണ് അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പെയർ ചെയ്യാത്ത ആപ്പിൾ വാച്ചാണ് കണ്ടിരിക്കുന്നത്. ബാൻഡ് ഇടാൻ പോവുകയാണ്. അതായത് ഇവിടെ ചെറിയൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പിൽ പിടിച്ചിട്ട് വേണം ബാൻഡ് ഊരാൻ. പക്ഷേ ബാൻഡ് ഇടാൻ ആ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല. അതായത് ജസ്റ്റ് അത് പിടിച്ച് വെറുതെ ഇട്ടാൽ മതി. അടുത്ത ബാൻഡ് ഇട്ട് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്വൈപ്പ് ചെയ്താൽ മതി. നമ്മൾ ATM കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യണ പോലെ, അത്രയേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞു. പക്ഷെ അത് ഊരാൻ ഒരു ക്ലിപ്പുണ്ട്, ഒരു കുഞ്ഞൊരു ബട്ടൺ. അത് അമർത്തിക്കൊണ്ട് വലിച്ചാൽ അത് ഊരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരാൻ പറ്റുന്നതാണ്. ഇതായിട്ടു ഇത്രയേ ഉള്ളൂ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഡോക്ക്. മാക്സിമം ഇത് ഫ്ലാറ്റ് സർഫേസാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ അടിയിൽ കാണുന്നത് ഒരു കുഴിഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ ഈ കുഴിഞ്ഞ ഭാഗത്തിൽ വേണം നമ്മൾ ആപ്പിൾ വാച്ച് വെക്കുക. നമ്മളിപ്പോൾ പവർ ബാങ്ക് യൂസ് ചെയ്താണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ പ്ലഗിൻ്റെ സൗകര്യം ഇല്ല, അതുകൊണ്ട് പവർ ബാങ്ക് യൂസ് ചെയ്യണം. മാക്സിമം പവർ ബാങ്ക് യൂസ് ചെയ്തിരിക്കുക. കാരണം പല പവർ ബാങ്കിലും പല വോൾട്ടേജ് വേരിയേഷനാണ്. 3 വാട്ട്, 5 വാട്ട്, 6.5 വാട്ട്. അപ്പോൾ ഇത് ചാർജ് ചെയ്യണം. മാക്സിമം 1 മണിക്കൂർ 1 മണിക്കൂർ 10 മിനിറ്റ് അതിൽ മേലെ ചാർജ് ചെയ്യരുത്. കാരണം അതാണ് അതിൻ്റെ മാക്സിമം ടൈം ടു ചാർജ് ചെയ്യാൻ. അപ്പോൾ ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്ന ചെറിയൊരു ബാറ്ററിയാണ്, ലിഥിയം ബാറ്ററിയാണ്. സാധാരണ നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യണ പോലെ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ചാർജിങ് ആണ്, വയർലെസ് ചാർജിങ് ആണ്. സോ അത് മാക്സിമം കുറേ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആവാൻ വളരെയധികം ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കണം. അതായത് 1 മണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കൊക്കെ നമ്മളത് എടുത്ത്, ഇതിപ്പോൾ ഇതിൽ കാണാം ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ആപ്പിൾ വാച്ചിൻ്റെ ECG, BP എല്ലാം കറക്റ്റ് ആയുള്ള അവരുടെ ടെക്നോളജിയാണ്. ഇതിപ്പോൾ ECG ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വാച്ചിൽ നിന്ന് ഡയറക്റ്റ് വാച്ചിൽ നിന്ന് തന്നെ കോൾ ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. വാച്ചിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കോൺടാക്ട് സെലക്ട് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിറി ഉപയോഗിച്ചും ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ടോക്കിയോടെ തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ വിളിക്കാം. ഇനി ആപ്പിൾ വാച്ച് കെട്ടാവുന്നത് അതിനൊരു പ്രത്യേക ഒരു സിസ്റ്റമാണ്. സാധാരണ കെട്ടുന്ന ഒരു വാച്ച് കെട്ടുന്ന പോലെയല്ല, ഒരു ബക്കിളിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കയറ്റി വയ്ക്കലാണ്. സാധാരണ എല്ലാ വാച്ചിനും നമ്മൾ ആദ്യം ബക്കിൾ ഇട്ടിട്ട് തന്നെ പുറത്തേക്കാണ് കയറ്റുന്നത്. ഇത് ഉള്ളിലേക്കാണ് കയറ്റുന്നത്. അതാണ് അതിലൊരു ഡിഫറൻസ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. മെസ്സഞ്ചർ, ടെലിഗ്രാം, റീഡിൽ, നൈക്കി റൺ ക്ലബ്, ഫോട്ടോസ്, ഒരു ഇതെല്ലാം ഉണ്ട്. മെസ്സഞ്ചർ എല്ലാം ഉണ്ട്. വാട്സാപ്പിൻ്റെ മെസ്സേജൊക്കെ നമുക്ക് അറ്റ് എ ടൈം തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇന്ന് നോക്കുന്നത് ഹെൽത്തിൻ്റെ ആപ്പാണ്. ഹെൽത്തിൻ്റെ ആപ്പിൽ നമ്മുടെ BP കാണാം. ഇപ്പോൾ ഓൾറെഡി എൻ്റെ BP 84 BPM 10 മിനിറ്റ്സ് മുന്നേ അവർ മെഷർ ചെയ്തിട്ടുണ്ട്.
അതിപ്പോൾ വീണ്ടും മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് 118/bpm കാണിക്കുന്നുണ്ട്. അതിന് വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ 5 മിനിറ്റ്സോടും നമ്മുടെ BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ BP ഹൈ റേറ്റ് ആകുമ്പോൾ അത് അവരെ എമർജൻസി SOSലേക്ക് വിളിക്കാൻ ഇതിലുള്ള സിസ്റ്റം ഇതിലുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. അതുപോലെ നമ്മുടെ റെസ്റ്റിംഗ് റേറ്റ്, വാക്കിംഗ് ആവറേജ് എല്ലാം നമുക്ക് കാണിക്കും. കാർഡിയോ ചെയ്യുമ്പോഴുള്ള BP ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിങ്സിലെടുത്ത് കഴിഞ്ഞാൽ എയറോപ്ലെയിൻ ഫോൺ, വൈഫൈ, നമ്മുടെ ഒരു ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഫോണും ഇതിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് മിറർ പോലെയാണ്, ഒരു മിറർ സ്ക്രീൻ പോലെയാണ്. നമ്മളിതിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ചേഞ്ചസ് വരും. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇതിലൊക്കെ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോട്ടോസ് ഞാൻ ഒരു ഫോട്ടോസ് പോലെ സിങ്ക് ചെയ്തിട്ടില്ല. സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഫോട്ടോസും കാണാം. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ തന്നെയുണ്ട്. ഇത് നൈക്കി റൺ ക്ലബ്ബാണ്. ഇത് ആപ്പിൾ വാച്ചിൻ്റെ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മൾ ചെയ്യുന്ന റണ്ണിങ്, വാക്കിംഗ് അതെല്ലാം ഇതിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ ആപ്പിൽ ഊബർ ഉണ്ട്. അപ്പോൾ ഞാൻ ഊബർ ഇതുവരെ സൈൻ ഇൻ ചെയ്തിട്ടില്ല. സൈൻ ഇൻ ചെയ്താൽ ഇതിൽ കാണാം നമുക്ക് അതിൻ്റെ മാപ്പും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഊബർ ആപ്പ് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വെഹിക്കിളിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാണാം. VLC പ്ലെയർ നമുക്ക് ഇതിൽ വാച്ചിൽ തന്നെ നമുക്ക് പൗസ് ചെയ്യാനും എല്ലാം കഴിയുന്നതാണ്. ഇത് ക്യാമറ ഓപ്ഷൻ നമുക്ക് വാച്ചിൽ തന്നെ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് വാച്ചിൽ തന്നെ നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇതിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഇത് വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ്. നമ്മൾ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ആ ഒരു ബ്ലൂ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ മഴ പെയ്താലോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതെങ്ങനെ അൺലോക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പെഷ്യൽ തിങ് ആണ്. ഈ നോബും പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ബബിൾ പൊട്ടുന്ന പോലെ അത് സിമ്പിളായിട്ട് പൊട്ടും. അപ്പോൾ അൺലോക്കഡായി. അതാണ് ആപ്പിൾ വാച്ചിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് ലോക്കിങ്ങും അൺലോക്കിങ്ങും. അതുപോലെ തന്നെ ഫോൺ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഫോൺ പിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഈ ഫോൺ പിങ് എന്നുള്ളൊരു ചെറിയ ശബ്ദത്തോടുകൂടി നമുക്ക് ഫോൺ പിങ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ എയറോപ്ലെയിൻ മോഡ്, മിററിങ്, ആപ്പിൾ വാച്ചിൻ്റെ കാർപ്ലേ മോഡ്. കാർപ്ലേ നമ്മുടെ കാറിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതുപോലെ UV ഇൻഡെക്സ്, തൃശ്ശൂരത്ത് ഇന്നത്തെ UV ഇൻഡെക്സ് കാണും. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലൈമറ്റ് ഡിഗ്രി, നാളത്തെ എല്ലാം വെതർ ഇതിൽ കാണിക്കുകയുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ്, നമ്മൾ റണ്ണിങ്, ജോഗിങ്, സ്റ്റാൻഡിങ്, എത്ര ടൈം നമ്മൾ ഇൻഹേൽ, എക്സേൽ, അതൊക്കെ ഇതിൽ കാണാം. യോഗ എല്ലാം കാണാം. ടൈമറാണ്. എല്ലാ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, അലാറം സെറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേൾഡ് ക്ലോക്ക് ഉണ്ട് ഇതിൽ. ഇത് ആപ്പിൾ പേയുടെ ആപ്പാണ്. നമുക്കതിൽ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ QR കോഡൊക്കെ നമുക്ക് വാച്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. QR കോഡൊക്കെ നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. മെസ്സഞ്ചറിൻ്റെ ആപ്പാണ്. മെസ്സഞ്ചർ ഞാൻ ഇതിൽ കണക്ട് ചെയ്താൽ കിട്ടും. ആപ്പിൾ പേ മ്യൂസിക്കാണത്. മ്യൂസിക് നമുക്ക് ഓൾറെഡി മ്യൂസിക് ചെയ്യാൻ ഇതിൽ തന്നെ പറ്റും. മെസ്സേജിന് റിപ്ലൈ നമുക്ക് ഇതിൻ്റെ ആപ്പിൽ കോഡ് വഴി നമുക്ക് അവരുടേതായ മെസ്സേജസ് ഉണ്ട്, ടോക്ക് ചെയ്യാൻ പറ്റും, ഇമോജീസ് അയക്കാൻ പറ്റും. എല്ലാത്തിനുള്ള ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ഇമോജീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ മെസ്സേജും ടൈപ്പ് ചെയ്ത് അയക്കാൻ കഴിയുന്നതാണ്. ഒരു മൊബൈലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിൽ മിററായിട്ടാണ്. ഇത് ന്യൂസാണ്, ആപ്പിൾ ന്യൂസാണ്. ആപ്പിൾ ന്യൂസിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ US അക്കൗണ്ടാണ്. അപ്പോൾ US അക്കൗണ്ടിൽ US സ്റ്റോറീസാണ് വരിക. അപ്പോൾ അത് നമുക്ക് ഏത് ഇതാണെങ്കിലും നമുക്ക് ഇന്ത്യയിലത്തെ ന്യൂസ് വേണമെങ്കിൽ ഇന്ത്യയിലത്തെ ന്യൂസും കാണാൻ പറ്റും. അത് ഇന്ത്യൻ സ്റ്റോർ ആയിരിക്കണം എന്ന് മാത്രം. ഞാനിപ്പോൾ US സ്റ്റോറാണ് യൂസ് ചെയ്യുന്നത്. അത് മെസ്സഞ്ചർ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കുന്നത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മെസ്സഞ്ചറിനും റിപ്ലൈ കൊടുക്കാൻ കഴിയും. പിന്നെ മെയിൽ ഓപ്ഷൻ ഉണ്ട്, ഓല കലണ്ടർ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ആപ്പിൾ വാച്ച് എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് ഫോണിലത്തെ ആപ്പിൾ വാച്ച് ഇൻ്റർഫേസാണ്. ആൽബിൻസ് വാച്ച് 44mm കേസിൻ്റെ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച്.